ഹലോ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിൽ ഒന്നായിരുന്നു ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ്. തമിഴ് സീരിയലായ സിറകടിക്ക ആസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർ പൂവെന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. വിധിയുടെ വഴിത്തിരിവിൽ ഒരു പുതിയ അധ്യായവുമായി സച്ചി രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി രേവതിയുടെ ജീവിതം തന്നെ മാറിമറിയുകയാണ്. മൂന്നാൺമക്കളിൽ മൂത്ത മകനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മ താഴെയുള്ള ബാക്കി രണ്ട് മക്കളോടും കാണിക്കുന്ന വേർതിരിവും കഥയിൽ പറയുന്നുണ്ട്. അമ്മയെയും പ്രിയപ്പെട്ടവരെയും പറ്റിക്കുന്ന സുധിയുടെ കള്ളക്കളി പൊളിച്ച് വീടിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സച്ചിയെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയെ കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ ആരാധകർ കാത്തിരിക്കുന്ന ഒരു ക്ലൈമാക്സ് വീഡിയോയാണ് സച്ചിയായി അഭിനയിക്കുന്ന അരുൺ ഒളിമ്പ്യൻ പങ്കുവച്ചിരിക്കുന്നത്. ചെമ്പനീർ പൂവിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വരാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും കൂടുതലും. സച്ചിയെ മനസ്സിലാക്കുന്ന ആ ദിവസം കാണാൻ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അരുൺ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സച്ചിയെയും സച്ചിയുടെ സ്നേഹം മനസ്സിലാക്കുന്ന അമ്മയെയും സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയുടെയും വീഡിയോയാണ് അരുൺ പങ്കുവച്ചത്. സത്യം അരുണേട്ട, കണ്ടിട്ട് തന്നെ കണ്ണു നിറയുന്നു. ഇങ്ങനെ ഒരു സീൻ എന്തെങ്കിലും CP-യിൽ കാണാൻ കഴിയട്ടെ. ഇത് കണ്ടപ്പോഴേ സന്തോഷം. അപ്പോൾ CP-യിൽ വന്നാൽ പറയണ്ടല്ലോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഇതിനോടകം 3 ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ കാണുന്നതും തങ്ങളുടെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്തത്. അതേസമയം ഏഷ്യാനെറ്റിൽ എപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന സീരിയലുകളിൽ ഒന്നായിരുന്നു ചെമ്പനീർ പൂവ്. അതിന് കാരണം സീരിയലിലെ നായകനും നായികയും തന്നെയായിരുന്നു. സച്ചിയായി അരുൺ ഒളിമ്പ്യനും രേവതിയായി ഗോമതിപ്രിയയുമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഇരുവരും തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത്. സാന്ത്വനം സീരിയലിലെ ശിവനും അഞ്ജലിയും കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു നടിയും നടനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടിയായിരുന്നു ചെമ്പനീർ പൂവിലെ സച്ചിയും രേവതിയും. റിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ അഭിനയം തന്നെയാണ് ആരാധകരെ ഈ പരമ്പരയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത്. സംപ്രേഷണം തുടങ്ങി മാസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും സച്ചി രേവതി കോംബോ ഇതിനോടകം തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായ വിഷയമായിരുന്നു ചെമ്പനീർ പൂവ് സീരിയലിലെ രേവതിയുടെ പിന്മാറ്റം. ചെമ്പനീർ പൂവിൽ നിന്നും രേവതി പിന്മാറിയെന്ന വാർത്ത പുറത്തു വന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു. നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതിപ്രിയ മാറുകയും പകരം റെബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് റെബേക്ക നേരിടുന്നത്. രേവതിയായി റെബേക്ക വന്നതു മുതലുള്ള ഹേറ്റ് കമന്റ്സ് മാസങ്ങൾക്ക് ഇപ്പുറവും തുടരുകയാണ്. തുടർന്ന് റെബേക്കയും വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ വീഡിയോയ്ക്ക് താഴെയും നിരവധി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുള്ള കമന്റുകളാണ് വന്നിരുന്നത്. അതേസമയം മധുര സ്വദേശിനിയായ ഗോമതിപ്രിയ ചെമ്പനീർ പൂവ് പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്കിലും വേഷമിടാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടയായിരുന്നു ഗോമതി. എടുത്തു പറയാനും മാത്രം സിനിമാ സീരിയൽ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു ഗോമതിക്ക്. അഭിനേത്രി ആവുക എന്ന ആഗ്രഹം സബലീകരിക്കാനായി കഠിന പ്രയത്നങ്ങളായിരുന്നു ഗോമതി നടത്തിയത്. ഇൻസ്റ്റഗ്രാമിലൂടെയായി തന്റെ കരിയറിനെ കുറിച്ചും അഭിനയ ജീവിതത്തെക്കുറിച്ചും താരം സംസാരിച്ചിരുന്നു. മികച്ച നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം നേടിയപ്പോൾ ഇത് കഠിന അധ്വാനത്തിന്റെ റിസൾട്ട് ആണെന്നായിരുന്നു ഗോമതി പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് സ്വപ്ന നിമിഷമെന്നും വിശേഷിപ്പിക്കാം. ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ള ആശങ്ക തുടക്കത്തിലെ മനസ്സിലുണ്ടായിരുന്നു. എന്നെ പിന്തുണച്ച് കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു എന്നായിരുന്നു അന്ന് ഗോമതി കുറിച്ചത്.